അപ്പോൾ നമ്മളങ്ങനെ കോട്ടയെത്തി, പോസ്റ്റ് എറണാകുളം. രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഇറങ്ങുന്ന വീഡിയോ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് എടുക്കാത്ത. അണ്ണ ഫുള്ള് ഉറക്കമായിരുന്നു, ഞാനാണ് എണീറ്റ് നിന്ന്. ഇന്നലെ നോക്കിയാൽ വാവയുടെ കളർ പെൻസിലാണ്, രാത്രി നോക്കിയാൽ വരച്ചോണ്ട് എന്താ അഡ്മിഷൻ എടുക്കാൻ പോണെന്ന് വരയ്ക്കുന്നത്. ഒരു പോർവൈക്കുള്ളിരുത്തൂക്കം അങ്ങനെ കോളേജ് എത്താറുണ്ട്. ദൂരം കൂടെ ഉള്ളു, നമ്മളിങ്ങനെ നേരെ ഇറങ്ങി ഒരു അരമണിക്കൂർ. അടുത്തെത്തുന്നോറും ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുക. ഇനി ഇങ്ങനെ ചളിയൊന്നും കേക്കണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനാണ് പറയണ്ടത്, ചളി കേക്കണ്ട. മൗനങ്ങളും മിഴികളും വാചാലമായി തിരകളും തീരവും വാചാലമായി തമ്മിൽ തമ്മിൽ ഓർമ്മകൾ ആരും കാണാതെ പൂവണിഞ്ഞു. അങ്ങനെ കോളേജ് എത്തിയിരിക്കുകയാണ്. ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെന്ന് ഫാദർ വന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ. ലുക്ക് എങ്ങനെ ബ്ലാക്ക് എന്ന് വൈറ്റ് ഒക്കെ ആയി. നന്നായി എന്തിന് എങ്ങനെ ജേണിയൊക്കെ എങ്ങനെ അണ്ണൻ്റെ ഏരി അണ്ണ വന്നിട്ട് പറയും കയറിപ്പോടെ കൊട്ടുള്ളൂ, ഹാപ്പി എടുത്ത് പറയും. ഇങ്ങനെ സെറ്റപ്പുള്ള വേറെ ഏതെങ്കിലും കോളേജ് എന്താ? നമ്മൾ പഠിക്കുന്ന കോളേജ് ഇത്രയൊക്കെ സെറ്റപ്പ് ഉണ്ട് എന്താ? പിന്നെ അപ്പം ഇതെൻ്റെ ഫൈനൽ ഇയർ ആണ്. ഞാൻ പഠിച്ച ക്ലാസ് എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് ഇയറിലായിരുന്നു, ഇത് സെക്കൻഡ് ഇയറിൽ, തേർഡ് ഇയറിൽ അവിടെ എൽട്ടനും ആദ്യമായിട്ട്, ബാക്കി എൽട്ടനും നെടുട്ടേൻ്റെ ആദ്യമായിട്ട്, ബാക്കി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ആ ഹാപ്പിയുടെ അഡ്മിഷൻ വന്നില്ലേ? ഇല്ല വന്നില്ല. ഇവിടെ വന്നില്ല. കോളേജ് എങ്ങനെയാന്ന് പറ, അഭിപ്രായം പറ. കാണുമ്പോൾ ഉള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളൂ മക്കളെ, വന്നു കഴിയുമ്പോൾ പക്ക. ടീച്ചറിനെ കണ്ടോണ്ടിരിക്കുകയാണ്, ഐശ്വര്യ സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ അഡ്മിഷനെല്ലാം സെറ്റായി. 6-ാം തീയതി എന്തൊരു സാധനം ഉണ്ട്, എന്തൊരു സാധനത്തിന് പേര്, ഓപ്പണിങ്, എന്തൊരു ഓപ്പണിങ് ഉണ്ട്. ആ സാധനത്തിന് പേര് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ 6-ാം തീയതി ഒരു പാരൻറ്റിനെ കൊണ്ട് വരണം ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് 8-ാം തീയതി ക്ലാസ് തുറക്കും. അപ്പോൾ ഒരാഴ്ച മറ്റേ സാധാ സ്കൂളിലെ കണക്ക് എന്തൊരു പറഞ്ഞിട്ട് അടുത്ത ആഴ്ച തൊട്ട് ക്ലാസ് തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ 8-ാം തീയതി തൊട്ട് ഞാൻ ഇവിടെ ഇരിക്കും, 6-ാം തീയതി തൊട്ട് ഇവിടെ ഇരിക്കും. അപ്പോൾ 6-ാം തീയതി എന്തൊരു ആ സാധനത്തിൻ്റെ പേര് ആദ്യ കുരിശ ദീക്ഷാരംഭം. ദീക്ഷാരംഭം 6-ാം തീയതി ദീക്ഷാരംഭം എന്നാണ്. അപ്പോൾ ആപ്പിയാണ് വോളണ്ടിയർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം ആപ്പി വോളണ്ടിയർ ആയിരിക്കും. അപ്പോൾ ആ സാധനം ഉണ്ട് 6-ാം തീയതി. അതിന് 8-ാം തീയതി ക്ലാസ് തുറക്കും, പിന്നെ ഇവിടെ ഇരിക്കും. കാറ് പണിയിട്ട് ബാറ്ററി ചത്ത് കാറിൻ്റെ. അപ്പോൾ ഇനി കാറിൽ ബാറ്ററി വയ്ക്കാൻ പോകണം, പണിയിട്ടിരിക്കുകയാണ്, തിരിച്ച് പോകാൻ പറ്റൂല. എസ് എന്തോ ഇട്ടിരുന്നു, അങ്ങനെ എന്തോ ആണ് സംഭവിച്ചത്. ഇപ്പം ഞാൻ പോയി എല്ലാം ശരിയാക്കി കൊടുക്കാം. എഞ്ചിനീയർ ഇറങ്ങാൻ പോകണം.
ലക്കിന് വണ്ടി ഓണായിരിക്കുകയാണ്. അപ്പൊ ഇതാണ് കേട്ടോ ഹോസ്റ്റൽ. ഇവിടെയാണ് ആപ്പി നിൽക്കുന്നത്. അപ്പൊ ഇവിടെ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. പയ്യന്മാരുണ്ടെങ്കിൽ ഇവിടെ നിൽക്കും, ഇല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെ നോക്കാം. പട്ടിയുണ്ട് ഗൈസ്, ഈന് പട്ടിയാണ് കേട്ടോ. അന്ന് നമ്മൾ ഓട്ടിക്കാനൊക്കെ നോക്കി ഗൈസ്. ഇവിടെ അണ്ണൻ ആള് സീന കേട്ടാ. വീട്ടിൽ വന്നിട്ട് പാവമെന്നൊക്കെ ഇവിടെ ധൈര്യം ആന്റി പറഞ്ഞ കേട്ടാ. അണ്ണ ഇവിടെ സീനെന്ന് പിള്ളേരെ കൂടെ എല്ലാ ഉടായ്പിനും പിള്ളേരോടെ ഉണ്ടെന്ന് വെറ്റടിക്കുന്ന ആന്റി പറയോ. എല്ലാ ഉടായ്പിനും കൂടെ ഉണ്ടെന്ന് ചെറിയ പറയോ. മീശ എടുത്തണ്ണ രണ്ടും കൂടി ഇങ്ങനെ. ഇവിടെ ഏറ്റവും പാവം ഞാനെന്നാണ് ചേച്ചി പറഞ്ഞത്. അല്ല, ആ ചേച്ചി പറഞ്ഞു എല്ലാത്തിനും ഫ്രണ്ട് ഈ കുപ്പി നട്ടോ മോടി പടച്ച് നിൽക്കുമെന്ന്. ആദ്യം ഏത് കുപ്പി? വെള്ളം കുടിക്കുന്ന കുപ്പി, വെള്ളം നിറയ്ക്കാനുള്ള കുപ്പി. ആന്റി ചുമ്മാ ആന്റി പറഞ്ഞ് കോളേജിൽ ആകെ പാവം ഇതാണ്, ആകെ കോളേജിൽ പോകാൻ മാത്രമേ പുറത്തിറങ്ങുള്ളൂ. ഇവിടെ മറ്റേ ബുജി ടൈപ്പ്. ഞാൻ ഇവിടെ ഇപ്പോഴും അറിയുന്ന കേട്ടോ. ആന്റി പറയുന്നത് ഇത്ര നാളായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ബുജി ടൈപ്പ്. അവിടെ വന്നു കഴിഞ്ഞാൽ ബാഗ് എടുത്തിട്ട് പോവും, കോളേജിൽ നിന്ന് വരും, അതായിരിക്കും കാണാൻ പോണം. ആന്റി പറഞ്ഞ് പിള്ളേർ എന്തിനു വിളിച്ചാലും പോകൂല, അതൊക്കെ ഇവൻ തന്നെ. ആകെ ഇവൻ പുറത്തിറങ്ങുന്ന പരീക്ഷയ്ക്ക് പോകാനും കോളേജിൽ പോകാനും മാത്രമേ എപ്പോഴും ബുക്കും പിടിച്ച് നടക്കും. അത് ആന്റി പറഞ്ഞു, സീരിയസ് ആയിട്ട് പറഞ്ഞു. ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞ കേട്ടാ. ഈ ദിവസം മാത്രമേ സന്തോഷിക്കൂ. ഇത് ഇവിടെ വരുന്നത് വരെ. വന്നു കഴിയുമ്പോൾ പിന്നെ കോളേജായി, തിരിച്ച് ഹോസ്റ്റലായി. പിന്നെ ഇവിടെ എപ്പോഴും ചെന്നിട്ട് എന്നോട് പറയും, അമ്മ എനിക്ക് വേറെ ഏതെങ്കിലും കോളേജിൽ പോകാം അമ്മ, അവിടെ അഡ്മിഷൻ എടുത്ത അമ്മ. ഇത്ര സന്തോഷമേ ഉള്ളൂ, ഇപ്പം ഇത്ര സന്തോഷമേ ഉള്ളൂ. ഇവിടെ ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ. ഇവിടെ സീൻ എന്താണെന്ന് അറിയാം. ഇപ്പൊ എനിക്ക് രാത്രി വല്ല വിശന്ന്. ഇപ്പൊ ശനി ഞായർ ഇവിടെ ഫുഡില്ല കേട്ടോ. അപ്പൊ രാത്രി പുറത്ത് കഴിക്കാം. ഞാൻ ആപ്പി എടുത്തോണ്ടേ വാടി ഫുഡ് കഴിക്കാൻ ആപ്പി പറയണ്ടേ പടാനും പഠിക്കാനുണ്ടോ കിടന്ന് ഉറങ്ങണമെന്നെല്ലാം പറയും. അടുത്ത ആഴ്ച ഞാൻ ഈ ആഴ്ച അവിടെ വരും പരീക്ഷ കഴിഞ്ഞിട്ട്. യൂണിഫോം എടുക്കാൻ വന്നിരിക്കുന്നു. ഐസിന്റെ അളവെല്ലാം 9. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ റിനീത്തേനെയും ഭാവേനെയും കാണാം. ഒരു സ്കൂട്ടർ അവിടെ നിന്ന് പോണേ, ഇങ്ങനെ പോണമേ. ഒരു ചേച്ചി വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തു. അപ്പൊ നമ്മൾ കിങ്ങണി ചേച്ചിനെ അവിടെ നിന്ന് കുറച്ച് നടന്നപ്പോൾ ഒരു കായലെത്തി. ഇവിടെ നല്ല വൈബ് കേട്ടോ, നല്ല സെറ്റ് ലുക്കൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അമ്മേൻ്റെ ഹൃദയവും വാചാലമായി തമ്മിൽ ഓർമ്മകൾ ആരും കാണാതെ പൂവണിഞ്ഞു. ഇളം തെന്നലെ മഞ്ഞു പൂക്കളെ കുളിരോളമേ നിറവാനമേ ഇത് മുൻപ് നാം പ്രണയാർദ്രമായി പറയാ. നമ്മളിവിടെ നിന്ന് പോണെങ്കിൽ